ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തൂരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഇത്തരം സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയം മേൽപ്പുത്തൂർ നാരായണ ഭട്ടതിരി നാരായണപാദങ്ങളിൽ സമർപ്പിച്ച മോക്ഷാബ്ധിസാരതരമായിരിക്കുന്ന നറുനവനീതം, ആ വെണ്ണയുടെ സ്വാദ് നാരായണീയ മധുരം എന്ന രീതിയിൽ നാം ആസ്വദിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് 207-ാമത്തെ ദിവസം. ശ്രീമദ് നാരായണീയം 20-ാമത്തെ ദശകത്തിൽ 8-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, അതിനുശേഷം അതിൻ്റെ അന്വയാർത്ഥങ്ങൾ, തുടർന്ന് വീണ്ടും ശ്ലോകം ചൊല്ലി അതിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന ശ്രീഹരിയം ഒരു നിഴൽ നാരായണീയം പാടി നമുക്ക് ഭഗവത് പാദങ്ങളിൽ, ഭട്ടപാദരുടെ പാദങ്ങളിൽ സമർപ്പിക്കാം. ഉക്ത്വാസുതേഭ്യോധമുനീന്ദ്രമധ്യേ വിരക്തി ഭക്തിയന്വിതമുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തിമധാ ജഡോന്മത്തപിശാചചര്യാം. അധാ ത്വം മുനീന്ദ്രമധ്യേ സുതേഭ്യാ വിരക്തി ഭക്തിയന്വിത മുക്തിമാർഗം ഉക്ത്വാ സ്വയം പാരമഹംസ്യവൃത്തിം ഗതാ ജഡോന്മത്തപിശാചചര്യാം. അധാ അധ ത്വം മുനീന്ദ്രമധ്യേ. ഇവിടെ അധ, മറ്റത് അധ. ഇപ്പം ഇവിടെ അനന്തരം
ഗുരുവായൂരപ്പ അവിടുന്ന് മുനിശ്രേഷ്ഠന്മാരുടെ മധ്യത്തിൽ വെച്ച് സുതേഭ്യ വിരക്തിഭക്തിന്യുത മുക്തിമാർഗം ഉക്ത, പുത്രന്മാർക്ക് വേണ്ടി, ആരാണ്? ഋഷഭദേവൻ തൻ്റെ പുത്രന്മാർക്ക് വൈരാഗ്യം, ഭക്തി എന്നിവയോടുകൂടിയിട്ടുള്ള മുക്തിമാർഗത്തെ ഉപദേശിച്ചു. വിരക്തിയും ഭക്തിയും ചേർന്നിട്ടുള്ള മുക്തി, അത് പറഞ്ഞു കൊടുത്തിട്ട്, ഉപദേശിച്ചു കൊടുത്തിട്ട്, സ്വയം പാരമഹംസ്യവൃത്തിം ഗത, സ്വയമേവ പരമഹംസന്മാരുടെ പ്രവൃത്തിയെ, അവരുടെ രീതികളെ സ്വീകരിച്ചിട്ട് ജഡോന്മത്ത പിശാചചര്യാം അധ, ജഡൻ, ഭ്രാന്തൻ, പിശാച് എന്നിവരുടെ പ്രവൃത്തിയെ അനുഷ്ഠിച്ചു. അപ്പോൾ പരമഹംസന്മാരുടെ വൃത്തിയെ സ്വീകരിച്ചു. അതോടൊപ്പം അവധൂതനായി ഒന്നിലും താല്പര്യമില്ലാതെ പലതരത്തിലുള്ള വ്രതങ്ങളൊക്കെ എടുത്തുകൊണ്ട് ജഡനെ പോലെ, ഭ്രാന്തനെ പോലെ, പിശാചിനെ പോലെയൊക്കെ ഋഷഭദേവൻ ജീവിച്ചു. തൻ്റെ ആ ജന്മം അങ്ങനെ അനുഷ്ഠിച്ചു എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ശ്ലോകം ചൊല്ലാം. അതിനുശേഷം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ശ്രീഹരിയം പാടി സമർപ്പിക്കാം. ഉക്തുവാസുതേഭ്യോധ മുനീന്ദ്രമധ്യേ വിരക്തിഭക്തിന്വിത മുക്തിമാർഗം സ്വയം ഗത പാരമഹംസ്യവൃത്തിമധാ ജഡോന്മത്ത പിശാചചര്യാം. നാരായണ 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 ഋഷഭമൂർത്തേ. മുനിപുങ്കവന്മാരുടെ മധ്യത്തിങ്കൽ വെച്ചു ഭവാൻ മുക്തിമാർഗം പുത്രന്മാർക്കു ഉപദേശിച്ചു. പരമഹംസന്മാരുടെ വൃത്തിയെയും സ്വീകരിച്ചു. വിവിധമാം പ്രവർത്തികൾ അനുഷ്ഠിച്ചല്ലോ. നാരായണ 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 ഋഷഭമൂർത്തേ. നാരായണ നാരായണ വായുപുരേശ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണനാമസങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.